മന്ത്രി വി എൻ വാസവൻ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, എന്തായാലും വലിയ ആശ്വാസകരമായ ഒരു ഇടപെടൽ നിർദ്ദേശം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് എത്രത്തോളം ആശ്വാസം നൽകുന്നുണ്ട് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച്? ആഗോള അയ്യപ്പ സംഗമത്തിന് സുഗമമായ നടത്തിപ്പിന് സഹായകരമായ നിലപാടുകളാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള അനുമതി അതേതാണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ആ രൂപത്തിൽ തന്നെ ഹൈക്കോടതിയുടെ വിധി പൊതുവെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഹർജികൾ തള്ളിയിട്ടുള്ളത്. അപ്പൊ പൊതുവിൽ കോടതിയുടെ നിലപാടുകളെല്ലാം ഏറെ സ്വാഗതാർഹമായിട്ടുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. ഇതിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ തന്നെ ഈ ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതിൽ ഇടപെടാൻ പോലും കോടതി തയ്യാറായില്ലെന്നാണ് അറിയുന്നത്. അതെ, നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഇതിന്റെ വിവാദം ഉണ്ടാക്കാനും സങ്കുചിതമായ വീക്ഷണം ഉയർത്തിക്കൊണ്ടും ചില ആളുകൾ ഇതിനെ സമീപിച്ചിരുന്നു. പക്ഷേ ഇതിന്റെ സംഘാടകർ എന്ന രൂപത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും അവരെ സഹായിക്കുന്ന ഗവൺമെന്റിനും ഈ കാര്യത്തിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒന്ന്, ശബരിമല തത്വമസി എന്ന അർത്ഥപൂർണമായ ആ ശ്രീകോവിന് മുമ്പിലുള്ള വാചകം സന്ദേശം, ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല, ഞാൻ നീയാവുന്നു എന്നുവെച്ചാൽ ഒരു വലിയ വിശ്വമാനതയുടെ സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമെന്ന രൂപത്തിൽ ലോകത്ത് മറ്റൊരു ആരാധനാ കേന്ദ്രത്തിലും കാണാത്ത രൂപത്തിൽ അവിടെ വന്നിട്ടുള്ള ആ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർക്കുക. ഒപ്പം അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള സൗകര്യങ്ങളാണോ ഇനി കൂടുതലായി ഒരുക്കേണ്ടതെന്ന് അവരുടെ അഭിപ്രായങ്ങൾ തേടുക. 3, എങ്ങനെ ഈ ക്രൗഡ് മാനേജ്മെന്റ് കൃത്യമായി നിർവഹിക്കാം. ഒപ്പം ഈ കാര്യത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന കാര്യങ്ങളെല്ലാം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളും അവിടെ വന്നു പോകുന്ന ആളുകൾക്ക് ഭാവിയിൽ ഒരുക്കി കൊടുക്കേണ്ട സൗകര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളോട് കൂടിയാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. അത് പൊതുവിൽ ഈ ബഹുമാനപ്പെട്ട കോടതികളുടെ നിലപാടുകൾ നമുക്കേറെ മുന്നോട്ട് പോകാൻ സഹായകരമായി മാറിയിട്ടുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്.